നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതേനീച്ചപ്പെട്ടിയുടെ സ്റ്റാൻഡ് എങ്ങനെ എളുപ്പത്തിലും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നിർമ്മിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പാണ് നമ്മൾ സ്റ്റാൻഡിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും നീളമില്ല, ഇത് ഞാനൊരു അൺസൈസ് ആയിട്ടുള്ള സാധനം എടുത്തതാണ്. സാധാരണ ഇതാണ്, ഇത് 1 മീറ്റർ സൈസാണ്. നമ്മൾ പിന്നെ ചതുപ്പുള്ള നിലമൊക്കെ ആണെങ്കിൽ ഇത്രയും നീളത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 മീറ്ററാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 6 മീറ്റർ പൈപ്പാണെങ്കിൽ ആറ് പീസാണ് കിട്ടുന്നത്. അത് ഞാൻ ഉപയോഗിക്കുന്ന ഏഴായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഏഴായിട്ട് ഒരു 90 സെന്റിമീറ്റർ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 ഇഞ്ചിന്റെ 18 സൈസ്, അതായത് 18 ഗേജുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 1/2 ഇഞ്ച് പൈപ്പാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതുപോലുള്ള ഇതിനകത്ത് ഇറക്കി വെക്കാനാണ്. ഇതാണ് ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചിന്റെ പൈപ്പാണ്. 1/2 ഇഞ്ചിന്റെ പൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഇതിൽ ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പട്ടയാണ്. പട്ട 1 ഇഞ്ച് വീതിയിലുള്ള പട്ടയാണെങ്കിൽ നല്ലത്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന 1 ഇഞ്ച് പട്ടയാണ്. ഇത് 1/2 ഇഞ്ചിന്റെ പട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വെൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ പൈപ്പ് 1/2 ഇഞ്ചിന്റെ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചത് ഇത് ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പട്ടയിൽ ഇതേപോലെ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ഇന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏറ്റവും എളുപ്പമായത്, അതായത് ഈ സാധനം കോൺക്രീറ്റ് ഫില്ലർ വാർക്കാൻ വേണ്ടി ചുറ്റുകമ്പി, അതായത് കമ്പിയുടെ ഇടയ്ക്ക് സ്ട്രെങ്ത്തിന് വേണ്ടി കിട്ടുന്ന സാധനമാണ് ഇത്. നമുക്ക് സാധാരണ വാർക്ക കമ്പിയെക്കാട്ടിയും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ചിലവ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളാണ് നമുക്കൊക്കെ ചെറിയൊരു പണിയുള്ളൂ. നമുക്കിപ്പം വേറെ ആളെ കൊണ്ട് വെൽഡ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വെൽഡ് ചെയ്ത് കിട്ടും. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്തതാണ്. ഇതേപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ലെവലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലെവൽ അടുപ്പിച്ച് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഈ സാധനങ്ങൾ ഇങ്ങനെ വെക്കാം. ഓക്കെ. അല്ല എന്നാലും സ്വന്തമായി പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഹോബി വർക്ക്സ് ഇഷ്ടമുള്ളവർ, ഇങ്ങനത്തെ വർക്ക്സുകൾ ഇഷ്ടമുള്ളവർ മാത്രമേ ഇതിന് നിൽക്കാൻ പാടുള്ളൂ. ആദ്യം കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള വെൽഡിങ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വെൽഡിങ്ങിന് അത് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണെന്ന്, അപ്പുറത്തേക്ക് മുട്ടിച്ച് വെച്ചാൽ പോരെ എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല, വെൽഡിങ്ങിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. തന്നെയല്ല, വെൽഡിങ്ങിന് ശേഷമാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം സഹായിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സേഫ്റ്റി എക്യുപ്മെന്റ്സ് വെക്കുക, കണ്ണിന് ഗ്ലാസ് വെക്കുക, പിന്നെ ഫേസ് ഷീൽഡും കൂടെ വെക്കുക. ഫേസ് ഷീൽഡ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. ബിക്കോസ് നമ്മുടെ എന്തെങ്കിലും ചെറിയ പൊടിയൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മുഖമാണ് നമ്മൾ മെയിനായിട്ട് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫേസ് ഷീൽഡ് കൂടെ വാങ്ങുക. അതിനുശേഷം നമ്മളൊരു ഫുൾ ഡാർക്ക് കണ്ണാടി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഡാർക്ക് ഇത് മേടിക്കുക, കണ്ണാടി മേടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഈ സ്പാർക്ക് വരുമ്പം കണ്ണടച്ചു കൊടുത്താൽ മതി. അത് ആദ്യം പറ്റില്ല, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആയിക്കോളും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. കുറച്ച് തുരുമ്പെടുത്തോണ്ട് ചെറുതായിട്ടുള്ള പ്രശ്നമുണ്ട്.
വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, രണ്ട് സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിന്റെ ഒരു മെച്ചം പറഞ്ഞാൽ നമുക്കൊരു 100 രൂപയിൽ താഴെ ആവുള്ളൂ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് നമുക്ക് പണിക്കാരെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ദിവസം നമുക്ക് കുറെ എണ്ണം ഒരു 100 എണ്ണമൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ ആക്കാൻ വേണ്ടി പറ്റും. വലിയ പണിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് കട്ടിങ് ഒക്കെ കറക്റ്റ് ലെവലിൽ കിട്ടണം. അത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉറപ്പ് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയാണ്, ഉറപ്പ് ഗ്യാരണ്ടിയാണ്. എന്തായാലും ഒരു തേങ്ങ ഒന്നും വീണാൽ പോലും പൊട്ടിപ്പോവില്ല. കുറച്ച് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മളിതാണ് ചെയ്യുന്നത്. നമ്മൾ പരമാവധി എക്യുപ്മെന്റ് നമ്മൾ സേഫായിട്ടുള്ള എക്യുപ്മെന്റ് നമ്മൾ പരമാവധി നോക്കണം. ഹോബി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആദ്യം ചെറിയ സാധനങ്ങൾ വെൽഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ചെറിയ ജോയിന്റ് അടിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെൽഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ സ്റ്റിക്കായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ സ്പാർക്ക് ചെയ്ത് പഠിക്കുക. ആദ്യം സ്പാർക്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കൈക്ക് ബാലൻസ് വരാൻ വേണ്ടിയിട്ടാണ് സ്പാർക്ക് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണ്ണടച്ച് വിട്ട് പോലും വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഏകദേശം വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ചൂടായതുകൊണ്ട് എന്താ നമുക്കൊരു സ്റ്റാൻഡ് ആയി കഴിഞ്ഞു. അപ്പം നമുക്കിനി അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡിലിടണം. നമുക്ക് സ്റ്റാൻഡിലിട്ടാൽ ഓക്കെ അല്ലേ? നല്ല ഉറപ്പുള്ള സാധനമായി. ഇപ്പോൾ നമുക്ക് നമുക്ക് ചെറുതേനീച്ച പെട്ടിയാണെങ്കിൽ ഇതിൽ നമുക്ക് 2 എണ്ണം വെക്കാൻ വേണ്ടി പറ്റും. 2 പെട്ടികൾ വെക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ ഈച്ചയുള്ള പെട്ടിയാണ്. ഇപ്പോൾ കാരണം വേണ്ട, ഇതിപ്പോൾ ഈച്ച ഇല്ലാത്ത പെട്ടിയല്ലേ. ഇതിപ്പോൾ ഒന്നിങ്ങനെ വെക്കാം. നമ്മൾ സാധാരണ ഇങ്ങനത്തെ 10 ഇഞ്ചിൻ്റെ പെട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം വെക്കാം. ഒരു പോർഷനിൽ നമ്മൾ ഇത് വെച്ചു, ഒരു പോർഷനിൽ എൻട്രൻസ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എൻട്രൻസ് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അതാണ് ഇതിൻ്റെ മെച്ചം. നമുക്ക് 2 സൈസ് പെട്ടിയാണെങ്കിൽ ഇതിപ്പോൾ കണ്ടോ, ഇതൊക്കെ ഈച്ചയുള്ള പെട്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒന്നിൻ്റെ എൻട്രൻസ് ഇങ്ങോട്ട്, ഒന്നിൻ്റെ എൻട്രൻസ് ഇങ്ങോട്ട്, വേണ്ട ഇതിൻ്റെ എൻട്രൻസ് ഇങ്ങോട്ട്. അപ്പോൾ 2 എണ്ണം തിരിച്ചും മറിച്ചും വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതെല്ലാം നമ്മൾ കമ്പികളിൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ ഇത്തരം കോൺക്രീറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോൺക്രീറ്റ് കാലിൽ ഇതേപോലുള്ള സ്ക്വയർ കമ്പികളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതേപോലെ അലുമിനിയത്തിൻ്റെ കമ്പി ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇത്തരം സ്റ്റാൻഡുകളാക്കിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മെനക്കേടാണ് ആക്കുന്നതിന്. ഒരാഴ്ച വേണം സെറ്റാകാൻ വേണ്ടിയിട്ട്. അത്രയും സമയം നമ്മൾ ഒരു ദിവസത്തെ മെനക്കേടും, പിന്നെ സിമെൻറ്റ് വേണം, മണൽ വേണം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വേണ്ടതുകൊണ്ട് നമ്മൾ അത് ഏറ്റവും എളുപ്പമായിട്ട് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ചിലവ് കൂടുതലാണ്. എന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ കമ്പി കൊണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ് ഇതെല്ലാം. ഇതും കമ്പിയിൽ ഉപയോഗിച്ചാലാണ് ഇത് തന്നെ കമ്പി ചെയ്യണ്ടില്ലേ. അതേപോലെ ഇത് 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ കമ്പിയാണ്. അതിൽ നമ്മൾ ബെൽഡ് ചെയ്തിട്ട് ഉപയോഗിച്ചാണ്. ഇതിൽ 3 വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഒഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ ഇപ്പം എല്ലാത്തിലും വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പം ഇത് ഈ അടുത്ത ദിവസം വന്ന് കയറിയതാണ്. ഇതിനകത്ത് ഒഴിഞ്ഞു പോയതായിരുന്നു, അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ അതേ 3 പെട്ടിയുടെ ഫ്രണ്ട് പോർഷനാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈച്ചനെ കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. ഇതാണ് കണ്ണിത്തേൻ അല്ലെങ്കിൽ വെള്ളത്തേനീച്ച എന്നൊക്കെ പറയുന്ന ഈച്ചയാണ്. അപ്പോൾ വരുന്നത് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്ര ചെറിയ ഈച്ചയാണത്. വളരെ സസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്ര ചെറിയ ഈച്ചയാണ്. അത് നിങ്ങൾ വളരെ കെയർ എടുത്ത് മാത്രമേ നിൽക്കാറുള്ളൂ. വളരെ പ്രത്യേകത ഉള്ള ഒരുതരം ഈച്ചയാണിത്. വളരെ ചെറിയ എൻട്രൻസ് ആണ് ഇത്. രാത്രിയിൽ ഈ എൻട്രൻസ് അടച്ചിടും, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടടച്ചിടും. ഈ കാട്ടിൽ വന്നപ്പം ഒരു പാമ്പ്, ഇത് താപ്പാമ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. ഓക്കെ.